രാജി ആവശ്യം ന്യായമോ എന്നാണ് ചോദ്യം. സുജയ, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയാണ് പ്രതിഷേധം ആവശ്യപ്പെടുന്നത്, പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നത് രാജിവെക്കാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ്. രാജിയാണോ ആവശ്യം ഈ ഘട്ടത്തിൽ? രാജ്യാവശ്യം ഇപ്പോൾ ഒരു പ്രതിപക്ഷം സർക്കാരിന്റെ അവസാന വർഷത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല, ഒരു തുടർഭരണത്തിലൂടെ പോകുന്ന ഒരു സർക്കാരാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ UDF LDF മാറി മാറി 5 വർഷം വീതം ഭരിക്കുന്ന ഒരു രീതി മാറി ഒരു തുടർഭരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, അതൊക്കെ അവസാന വർഷത്തിലേക്ക് ഏത് സർക്കാരിൻ്റെ ആയാലും ഭരണ കാലാവധി ചെല്ലുമ്പോഴേക്കും അത് പതിവായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ PR സുനിൽ സൂചിപ്പിച്ചതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിന്ദു എന്ന് പറയുന്ന നിർധനയായ ഒരു വീട്ടമ്മയാണ് മരിച്ചത്. അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ ജീവൻ നഷ്ടമായത്. അത് ആ കെട്ടിടം തകർന്നു വീണതിന് ഉത്തരവാദികൾ ആരാണോ, അത് ഇപ്പോൾ LDFന്റെ സർക്കാരിന്റെ രണ്ടാം ഭരണകാലത്ത് നിർമ്മിച്ച് അല്ലെങ്കിൽ പാതി വഴിയിൽ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടമോ ഒന്നുമല്ല. കാലങ്ങളായി അവിടെ കാലപ്പഴക്കത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അത് റെനോവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കെട്ടിടം ഡിമോളിഷ് ചെയ്യാം, അതിനുശേഷം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ പുതിയ കെട്ടിടം പൂർത്തിയായി അതിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനായി ഇരിക്കുന്ന വേളയിലാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ഈ കെട്ടിടം പൂർണ്ണമായും അടച്ചിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ കെട്ടിടത്തിലേക്ക് ശുചിമുറി ആവശ്യത്തിനായി രോഗികൾക്ക് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്റത്തെ പഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മന്ത്രി കാണിച്ചത് ഒരു തിടുക്കത്തിലുള്ള ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് ഈ രാജി ആവശ്യം നിലനിൽക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്കത് ശരിയാണെന്ന് തോന്നും. ഞാൻ ജനങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ജനം മന്ത്രിക്കെതിരാണ്. ആരോഗ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾക്ക് അനുകൂലിച്ചുകൊണ്ട് പാർട്ടിക്കാർ തന്നെ അത്രയ്ക്കങ്ങോട്ട് കൈയടിച്ച് കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്തനംതിട്ടയിലെ പാർട്ടിക്കാരിൽ പലരും ഇതിനകം തന്നെ പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയതാണ് ഞാൻ കണ്ടത്. കാരണം മന്ത്രി ഉൾപ്പെടുന്ന ജില്ലാ ഘടകമെന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പരാമർശങ്ങളൊന്നും പാടില്ല എന്ന് രാജു എബ്രഹാം എന്ന ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. എങ്കിൽ പോലും പത്തനംതിട്ടയിൽ ആളുകൾ നല്ല രീതിയിൽ പ്രകോപിതരായിട്ടുണ്ട്. ആറന്മുളയിലെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടെ സഖാക്കളൊക്കെ നേരത്തെ മുതൽ തന്നെ MLA ആയി വന്നതിന് ശേഷമുള്ള ഫോൺ എടുക്കാതിരിക്കുന്നത് അടക്കമുള്ള പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ പ്രതിഷേധം പലതരത്തിൽ അവിടെ നടക്കുന്നുണ്ട്. അത് പാർട്ടി പലതരത്തിൽ, അത് KP ഉദയഭാനു ആയിരിക്കുമ്പോൾ ഇപ്പോൾ രാജു എബ്രഹാം ആയിരിക്കുന്ന കാലത്തുമൊക്കെ ആ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പാർട്ടിയുടെ മുന്നിൽ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ തലക്കേറ്റ ഗുരുതര പരിക്ക്, അതാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ തലയോട്ടി പൊട്ടി ആന്തരിക ഭാഗം പുറത്തു വന്നിരിക്കുന്നു, വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു, ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ ക്ഷതമേറ്റു. അത് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ അപ്പാടെ അവരുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വന്ന് വീണതിൻ്റെ ഫലമായിട്ടാകണം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പക്ഷേ 10:45 ഈ അപകടം ഉണ്ടായത്. അവരെ പുറത്തെടുക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ് 12:45 ആ 2 മണിക്കൂറിനിടയിൽ അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ല, അവിടെ ആരും ഇല്ല എന്ന് മന്ത്രി മാധ്യമങ്ങളോട് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു സെർച്ച് ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ, അവിടേക്ക് JCB എത്തുന്നതൊക്കെ 11 മണിക്ക് ശേഷം 11:30 ഒക്കെ ആയപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതൊക്കെ വളരെ വൈകിയാണ്. അപ്പോൾ മന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്ന സമയവും ഈ രക്ഷാപ്രവർത്തനം, ഈ മൃതദേഹം കിടക്കുന്ന അല്ലെങ്കിൽ ആ ശുചിമുറി നിലനിൽക്കുന്ന ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ എത്തുന്നത് ബിന്ദു ഏകദേശം മരിച്ചതിന് ശേഷമാണ്. അവർ അവസാന ശ്വാസത്തിനായി പിടയുമ്പോഴായിരിക്കും ഇപ്പുറത്ത് ആരുമില്ല, അവിടെ അത് പഴയ കെട്ടിടമാണ്, പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടമാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഏതെങ്കിലും ഒരു ലേമാൻ അല്ല നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ വെച്ച് സംസാരിക്കേണ്ട ഒരു ആരോഗ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അത് ജനത്തിന് എങ്ങനെ പറഞ്ഞു കൊടുത്താലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിന് മുൻപ് കൈകാര്യം ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എത്രത്തോളം നമ്മൾ സെൻസിബിളായി സംസാരിക്കണമെന്ന് അറിയാത്ത ഒരാളാണ്? ഒരിക്കലുമല്ല. കാരണം മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജിനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവർ ഇന്ത്യ വിഷൻ എന്ന ന്യൂസ് ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ, ജനങ്ങളുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ഒക്കെ ഡിബേറ്റുകളടക്കം സംഘടിപ്പിച്ചിട്ടുള്ള, എന്താണ് മനുഷ്യന്റെ പ്രശ്നം എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മളെപ്പോലെയൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ബിന്ദുവിൻ്റെ മരണത്തിൽ എത്രത്തോളം നമുക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടോ അതിനേക്കാൾ വിഷമമുള്ള പല ഘട്ടങ്ങളിലൂടെ അവർ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ സെൻസിബിളായി കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ലേഡിയാണ്, അല്ലാത്ത ഒരാളല്ല. ഒരു പാർട്ടി കേഡർ എന്നതിനപ്പുറം അവരുടെ സ്ത്രീ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിട്ട് ന്യൂസ് റൂമിൽ ഇരുന്നുകൊണ്ട് പലരുടെയും വിഷയങ്ങൾ, പലതരം പ്രശ്നങ്ങൾ, അത് കേരളത്തിനകത്തായാലും പുറത്തായാലും നേരിട്ട് കണ്ടിട്ടുള്ള, ദൃശ്യങ്ങളടക്കം കണ്ടിട്ടുള്ള, ആ ഘട്ടങ്ങളിൽ നടത്തുന്ന പല സർക്കാരുകളുടെ പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ള, മുൻ ആരോഗ്യമന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ള, വിവിധ വകുപ്പുകളുടെ, വിവിധ മുഖ്യമന്ത്രിമാരുടെ അവരുടെയൊക്കെ അഭിമുഖങ്ങൾ എടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അറിയാവുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതായത് പെട്ടെന്ന് മന്ത്രിയായ ഒരാൾ, ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾ, അവർ വന്ന് പറയുന്നതും വീണ ജോർജ് പറയുന്നതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വീണ ജോർജിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായതായി ഞാൻ കരുതുന്നത്. അതെനിക്ക് നിരാശയാണ് ഉണ്ടാക്കിയത്. കാരണം ഞാൻ വീണ ജോർജിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. കാരണം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുത്ത് സംസാരിക്കുന്ന, കുറച്ചുകൂടി ആളുകളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അവരെ കരുതിയിരുന്നത്. പക്ഷേ ഈ ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഇന്നലെ അവർ നടത്തിയ പരാമർശം അതെനിക്ക് നിരാശയുണ്ടാക്കി എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ എൻ്റെ അഭിപ്രായം.
ഇവിടെ അവരെ മന്ത്രിയായി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അത് പ്രാതിനിധ്യ താല്പര്യമാണ്. പാർട്ടി കേഡർ അല്ലാത്ത ഒരാളെ MLA ആയും അതിനുശേഷം രണ്ടാമത്തെ സർക്കാർ വരുമ്പോൾ KK ശൈലജയെ മാറ്റി അവരെ ആരോഗ്യ വകുപ്പിന്റെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വെച്ചാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള തുടർച്ചയുണ്ടാക്കിയതിന് പ്രധാനപ്പെട്ട കാരണം കോവിഡ് കാലത്തും നിപ്പ കാലത്തുമൊക്കെ ആരോഗ്യ വകുപ്പ് കൈവരിച്ച അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ചെയ്തു തീർത്ത കാര്യങ്ങൾ, അതിലെ അവരുടെ ഒരു എഫിഷ്യൻസി, അത് സർക്കാരിന്റെ മുഴുവൻ എഫിഷ്യൻസിയായി വന്നു, മുഖ്യമന്ത്രിയുടെ എഫിഷ്യൻസിയായി വന്നു. അങ്ങനെ ഒരു തുടർഭരണം സമ്മാനിച്ച വകുപ്പ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന തരത്തിലേക്ക് അതേ വകുപ്പ് പോകുന്നുണ്ടോ എന്ന ഒരു സംശയം ജനത്തിനുണ്ടായാൽ ജനത്തെ കുറ്റം പറയാൻ കഴിയില്ല. അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ടെന്നേ, അതിനുള്ള പശ്ചാത്തലങ്ങൾ, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ കിടക്കുകയാണ്. അത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ ആദ്യം നടത്തിയ പ്രതികരണമായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ആദ്യം അതായത് സ്പോട്ടിൽ നിന്നുകൊണ്ടാണെന്ന് കൂടി ഓർക്കണം. ആ സ്പോട്ടിൽ അവർ അവൈലബിൾ ആണ്, അവർക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രതികരിക്കാം. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഒന്നും അടിയന്തരമായി ചെയ്യേണ്ടതില്ല എന്നൊരു തോന്നൽ അവിടെയുള്ള ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമൊന്നും ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു. കാരണം 2016 LDF വരും, എല്ലാം ശരിയാകും, അതായിരുന്നല്ലോ ക്യാമ്പയിൻ വേർഡ്. അതിനുശേഷം രണ്ടാമത്തേതാണല്ലോ ഉറപ്പാണ് LDF. അപ്പോൾ എല്ലാം LDF വരും, എല്ലാം ശരിയാകും. ആ പ്രചാരണത്തിനൊപ്പം കഴിഞ്ഞ UDF സർക്കാരിന്റെ കെടുതികളിലൊക്കെ മടുത്ത ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് MLA ആക്കുന്നു, അവരെയും MLA ആക്കുന്നു. അതുപോലെ തന്നെ ഇടത് സർക്കാർ ഫോം ചെയ്യുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ വിലയിരുത്തപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇവരെ MLA ആക്കുന്നതിന്, അവിടെ മത്സരിപ്പിക്കുന്നതിന് പാർട്ടിയും പള്ളിയും തമ്മിലുള്ള ഒരു പാലമാണ്. ആ രീതിയിലൊക്കെയാണ് പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ചോയ്സായി എപ്പോഴും അവർക്ക് ആ രീതിയിലുള്ളൊരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിഗണന കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മെറിറ്റും ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ മന്ത്രിപദത്തിലേക്ക് അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരാളായി ഇരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രസ്റ്റീജ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഡാമേജ് ചെയ്യാനും കഴിയുന്ന ഒരു വകുപ്പ് വിശ്വസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏൽപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടി നന്നായി അവർക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. KK ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും PR വർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ എപ്പോഴും അവർ വളരെ സെൻസിബിളായിട്ടാണ് സംസാരിക്കാറുള്ളത്. ആളുകളുടെ വിഷമം മനസ്സിലാക്കി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേ രീതിയിലൊക്കെ ആകാൻ വീണ ജോർജ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രതികരണങ്ങൾ ആ രീതിയിൽ സെൻസിബിൾ ആകുന്നില്ല. നമ്മൾ സെൻസിബിളായി സംസാരിക്കുക എന്നത് ഒരു വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യരെ, അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മുടേതായ ഒരു അവലോകനം നടത്താൻ. അവരൊരു ആരോഗ്യമന്ത്രിയാണ്, മന്ത്രി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് അവിടേക്ക് തിടുക്കത്തിൽ പോവുക? രക്ഷാപ്രവർത്തനം അത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? ആ വിശ്രുതൻ ഇനിയിപ്പോൾ സർക്കാർ സഹായം നൽകുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത്ര രൂക്ഷമായ പ്രതികരണത്തിലേക്ക് പോകില്ലായിരിക്കും. പക്ഷേ മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം ഇന്നലെ നടത്തിയ, ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് ആ രക്ഷാപ്രവർത്തന സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ട്രാജഡി സ്പോട്ടിൽ നിൽക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇതിൽ ആരോഗ്യമന്ത്രിയല്ല കെട്ടിടം തകരാൻ കാരണം. ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു വിശദീകരണം അങ്ങനെയാണ് കണ്ടത്. കെട്ടിടം തകരാൻ കാരണം ആരോഗ്യമന്ത്രിയല്ലല്ലോ, അതിനു മുൻപും ഈ കെട്ടിടത്തിന് വീഴ്ചയുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കെട്ടിടം തകരാൻ കാരണം അല്ലെങ്കിൽ കെട്ടിടം പൊളിച്ചത് ആരോഗ്യമന്ത്രിയാണെന്ന് ആരും പറയുന്നില്ല. ആ കെട്ടിടം പൊളിഞ്ഞു കിടക്കുമ്പോൾ അതിനിടയിൽ ഒരു സ്ത്രീ അവരുടെ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ ഉടനെ, ഇനി പറയാൻ പോകുന്ന ന്യായീകരണം ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കെട്ടിടം വീണപ്പോഴേ അവർ മരിച്ചു, ആ സെക്കൻഡിലേ മരിച്ചു, രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങിയാലും രക്ഷിക്കാൻ പാടില്ല, രക്ഷിക്കാൻ പറ്റിയേക്കില്ല എന്നൊക്കെയുള്ളതായിരിക്കാം അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ന്യായീകരണം. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള വിശദീകരണങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും അവിടെ ആരുമില്ല എന്ന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? എന്ത് പരിശോധന നടത്തിയിട്ടാണ് അവരത് പറയുന്നത്? മാത്രമല്ല ഇനിയിപ്പോൾ ജനഹിതം അംഗീകരിക്കുന്ന ഒരു സർക്കാരാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ ഹിതം മാത്രമല്ല ജനഹിതവും ഈ മന്ത്രി രാജിവെക്കണം, ഈ മന്ത്രി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായ ഒരു മനസാന്നിധ്യമുള്ള, കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളല്ല എന്നതാണ് ജനങ്ങൾ മൊത്തം പറയുന്നതെങ്കിൽ പാർട്ടി രാജി എഴുതി വാങ്ങുമോ? ഇല്ല എന്നാണ് ഉത്തരം. അതാണ് ഇന്നിപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്താണ്? മന്ത്രി വീണ ജോർജ് രാജിവെക്കില്ല. അങ്ങനെ പലപ്പോഴും രാജിവെക്കണമെന്ന് പറയും, പക്ഷേ രാജിവെക്കില്ല എന്ന് ഇന്ന് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി വന്ന് പറയുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം VN വാസവൻ എന്ന മന്ത്രി ഇന്ന് ബിന്ദുവിന്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് കാലതാമസം ഉണ്ടായിട്ടില്ല, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ JCB ഒക്കെ വരികയായിരുന്നു, പക്ഷേ എപ്പോഴാണ് വന്നതെന്ന് തത്സമയം നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെ വിശദീകരിച്ചാലും ഈ കാലഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവർ പറഞ്ഞ പ്രതികരണങ്ങൾ, അതെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കെട്ടിടത്തിന്റെ ബലക്ഷയം അത് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ കളക്ടർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുറംമോടി മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടുകളല്ല വേണ്ടത്. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം. അവരെ തിരുത്താൻ തയ്യാറാകാതെ ഇപ്പോൾ രാജി ആവശ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം
അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള രാജികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഴിമതി ആരോപണം, അല്ലെങ്കിൽ ലൈംഗിക ആരോപണം, അതുപോലെ തന്നെ ഐസ്ക്രീം, പിന്നെ അതുപോലെ തന്നെ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ പിന്നെ പരസ്പരമുള്ള കാലുവാരൽ, അങ്ങനെ ആഭ്യന്തര തർക്കങ്ങൾ. ഇവിടെ പക്ഷേ ഒരു മന്ത്രിയുടെ വാക്കിലെ പിഴയ്ക്ക് രാജി ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഒരു വാക്കിലുണ്ടായ പിഴ അത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യജീവന്റെ വിലയുണ്ട് ആ നാക്കുപിഴയ്ക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ജനരോഷം, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, അതെല്ലാം ഈ രീതിയിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് രാജി ആവശ്യപ്പെടേണ്ടി വരും. പക്ഷേ അത് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ സർക്കാർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ അവരെ രാജിവെപ്പിച്ച് താഴെ ഇറക്കാൻ, ഇനി അധികാരത്തിലേക്ക് വരാതിരിക്കാൻ, ഇനിയിപ്പോൾ അവർ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിന് ജനം മുന്നിട്ടിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാജി ആവശ്യം അത് ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ളൊരു ആവശ്യമാണ്. അത് ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.